നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. അഞ്ചാമത് ലോക കേരള സഭയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രതിപക്ഷ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. ലോക കേരള സഭ നാടിന്റെ അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അഞ്ചാമത് ലോക കേരള സഭയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ലോക കേരള സഭയിലെ മുഖ്യാതിഥികൾ. 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രവാസികളായ 182 അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. 8 വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രത്യേക ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളും നാളെ നടക്കും. ലോക കേരള സഭ നാടിൻ്റെ യശസ് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വേദി ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വേദിയാണ്. ലോക കേരള സഭ പോലുള്ള ഒരു വേദി ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് ആ ഘട്ടത്തിലും നാം കേട്ടില്ല, പിന്നീടും കേട്ടില്ല. 10 കോടി രൂപ ചിലവഴിച്ച് ലോക കേരള ധൂർത്താണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രതിപക്ഷം ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി തീരും മുമ്പ് ലോക കേരള സഭ വീണ്ടും ചേരുന്നത് വിവാദത്തിന് വഴിമരുന്നിട്ടിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ജനക്ഷേമത്തിലും വികസന പദ്ധതികളിലും ഊന്നി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. അംഗനവാടി ആശാ വർക്കേഴ്സിന്റെയും സാക്ഷരതാ പ്രേരക്മാരുടെയും വേതനം 1000 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. DA കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നും അഷ്വർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ജനക്ഷേമമാണ് നയമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ആശാ അംഗനവാടി ജീവനക്കാരുടെയും പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെയും വേതനം 1000 രൂപ കൂട്ടി. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം കൂട്ടും. സർക്കാർ ജീവനക്കാരെ ലക്ഷ്യമിട്ടും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ പ്രഖ്യാപിച്ചു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും മന്ത്രി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. അഷ്വർഡ് പെൻഷൻ നടപ്പാക്കും. മെഡിസെപ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് ഫെബ്രുവരിയിൽ തുടക്കമാകും. മെഡിസെപ് മാതൃകയിൽ പൊതുമേഖലാ സഹകരണ ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഇൻഷുറൻസ് പദ്ധതി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ ഇൻഷുറൻസ് പദ്ധതി. വയോജനക്ഷേമത്തിനായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന എൽഡർലി ബജറ്റ് എന്ന പ്രത്യേക രേഖയും മന്ത്രി അവതരിപ്പിച്ചു. അധിക നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിലില്ലാത്തത് ആശ്വാസകരമാണ്. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളെ ചൊല്ലി പ്രവാസി ലോകത്ത് ഭിന്നാഭിപ്രായം. പ്രവാസികളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നോർക്ക വഴി ബജറ്റിൽ തുക വകവരുത്തിയതിനെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ സ്വാഗതം ചെയ്യുന്നു. വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന് UDF അനുകൂല പ്രവാസി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ പ്രവാസി പ്രതിനിധികളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ബജറ്റിനോട് ഉണ്ടാകുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച 2026-27 ബജറ്റിൽ നോർക്ക വകുപ്പിന് കീഴിലുള്ള വിവിധ പദ്ധതികൾക്കായി വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസികളുടെ പുനരധിവാസത്തിനായി വകയിരുത്തിയ 65 കോടി രൂപയാണ്. മടങ്ങിവരുന്ന പ്രവാസികൾക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. കൂടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികളെ സഹായിക്കുന്നതിനായുള്ള സാന്ത്വന പദ്ധതിക്കായി 35 കോടി രൂപയും പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കായി 18 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പെൻഷൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ പദ്ധതികൾക്ക് ഇത് കരുത്തു പകരുമെന്ന് ഇടതനുകൂല സംഘടനകൾ അവകാശപ്പെടുന്നു. പ്രവാസി ഡിവിഡൻഡ് സ്കീം പോലുള്ള നൂതന പദ്ധതികളിലൂടെ പ്രവാസികളെ നാടിന്റെ വികസന പങ്കാളികളാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് CPM അനുകൂല സംഘടനകൾ വ്യക്തമാക്കുന്നു. പ്രവാസി സൗഹൃദ ബഡ്ജറ്റാണ് ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 131 കോടി രൂപ കേരളത്തിലെ
പ്രവാസികൾക്ക് പുനരധിവാസത്തിനും അവരുടെ മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സൗദിയിലെ UDF അനുകൂല സംഘടനകളുടെ പ്രതിനിധികൾ ഈ പ്രഖ്യാപനങ്ങളെ വിമർശിക്കുകയാണ്. ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതിനും ഓൺലൈൻ സേവനങ്ങൾക്കുമായി 7.3 കോടി രൂപ ചെലവാക്കുമ്പോൾ പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് ഇവർ പറയുന്നു. ലോക കേരള സഭയുടെ സമയത്ത് പോലും പ്രവാസികൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നാണ് ഇവരുടെ ആരോപണം. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനത്തിൽ വലിയ സംഭാവനകൾ നൽകുന്നു. ഏകദേശം 2.1 ലക്ഷം കോടി രൂപ ഒരു വർഷത്തിലേക്ക് കേരളത്തിലെത്തുന്ന ഏകദേശം കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദന വരുമാനത്തിന് ഒപ്പം നിൽക്കുന്ന ആ തുക നൽകുന്ന പ്രവാസി സമൂഹത്തോട് വളരെ നിഷേധാത്മകമായ സമീപനമാണുള്ളത്. പ്രവാസി ലോക കേരള സഭയുടെ ദിനത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ പോലും പ്രവാസികളെ അവഗണിക്കുന്ന സമീപനമാണുള്ളത്. അത് ലോക കേരള സഭയുടെ തന്നെ പ്രസക്തിയെ ഈ സർക്കാർ ഇല്ലാതാക്കുന്നതിൻ്റെ ഇവരുടെ തന്നെ സമീപനമായി കാണേണ്ടി വരും. രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും അനുവദിച്ച ഈ തുകകൾ കൃത്യസമയത്ത് പ്രവാസികളിലേക്ക് എത്തുമോ എന്നാണ് പ്രവാസ ലോകം ഉറ്റുനോക്കുന്നത്. ജലീൽ കടമകലം, 24 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമൊരുക്കി വിമാനയാത്രയ്ക്ക് സ്വയം ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴിയോ ഹജ്ജ് സുവിധ ആപ്പ് വഴിയോ തീർത്ഥാടകർക്ക് നേരിട്ട് വിമാനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്നു മുതൽ 4 ദിവസത്തേക്ക് മാത്രമാണ് ഈ പ്രത്യേക സൗകര്യം ലഭ്യമാകുക എന്ന് അധികൃതർ അറിയിച്ചു. ഹജ്ജ് യാത്രാ നടപടികളിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓൺലൈൻ സെൽഫ് ബുക്കിംഗ് സംവിധാനം ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയത്. തീർത്ഥാടകർക്ക് അവരുടെ താൽപര്യപ്രകാരം യാത്രാ തീയതിയും വിമാനവും ഇപ്പോൾ സ്വയം തെരഞ്ഞെടുക്കാം. ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഇങ്ങനെയൊരു അവസരം ലഭിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്പ് വഴിയോ ആണ് ബുക്കിംഗ് പൂർത്തിയാക്കേണ്ടത്. ഇന്നു മുതൽ 4 ദിവസത്തേക്ക് മാത്രമാണ് ഈ സേവനം ലഭിക്കുക. സീറ്റുകളുടെ ലഭ്യതക്കും വിമാനത്തിന്റെ ശേഷിക്കുമനുസരിച്ചായിരിക്കും ബുക്കിംഗ് അനുവദിക്കുക. ഒരു കവറിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കവർ ഹെഡാണ് ബുക്കിംഗ് നടത്തേണ്ടത്. ഒരിക്കൽ വിമാനം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് യാത്രാ തീയതിയിലോ വിമാനത്തിലോ മാറ്റങ്ങൾ വരുത്താൻ അനുവദിക്കില്ല. നിശ്ചിത സമയത്തിനകം ബുക്കിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ലഭ്യമായ വിമാനങ്ങളിൽ ഹജ്ജ് കമ്മിറ്റി നേരിട്ട് സീറ്റുകൾ അനുവദിക്കും. ഒരേ കുടുംബത്തിൽപ്പെട്ടവർക്കും നാട്ടുകാർക്കും പരിചയക്കാർക്കുമെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരുക്കുന്നത്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ഇന്ത്യ അറബ് ഉന്നതതല ഉദ്യോഗസ്ഥല യോഗം നാളെ ഡൽഹിയിൽ ചേരും. ശനിയാഴ്ച നടക്കുന്ന 2ാമത് ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് യോഗം. ഇന്ത്യയും UAEയും സംയുക്തമായി യോഗത്തിന് നേതൃത്വം നൽകും. അറബ് ലോകവുമായുള്ള ഇന്ത്യയുടെ ബഹുമുഖ സഹകരണം നയിക്കുന്ന ഏറ്റവും ഉയർന്ന വേദിയാണിത്. 22 അറബ് ലീഗ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ, വിദേശകാര്യമന്ത്രിമാർ, സഹമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികളുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയരുന്നു. UAE ദിർഹത്തിന്റെ മൂല്യം 25 രൂപയ്ക്ക് മുകളിൽ കടന്നു. വിനിമയ നിരക്ക് ഇനിയും ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. 25 രൂപയ്ക്ക് മുകളിലാണ് UAE ദിർഹത്തിന്റെ ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക്. ഖത്തർ റിയാൽ 25.29 സൗദി റിയാൽ 24.52 കടന്നു. ബഹ്റൈൻ ദിനാറിന് 244 കുവൈറ്റ് ദിനാറിന് 304 ഇന്നത്തെ വിനിമയ നിരക്ക്. ഈ നിരക്കുകൾ വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. അടുത്ത ദിവസങ്ങളിൽ പ്രവാസികൾക്ക് ശമ്പളം ലഭിക്കുന്നതോടെ കൂടുതൽ പണമൊഴുക്ക് ഇന്ത്യയിലേക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പണം അയക്കാൻ കാത്തിരിക്കുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അനുകൂലമായ നിരക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഒരേ ദിശയിലേക്കുള്ളതല്ലെന്നും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഡോളർ സൂചികയിലുണ്ടായ ചെറിയ ഇടിവും വ്യാപാര കരാറുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വിപണിക്ക് ഭാഗിക ആശ്വാസം നൽകിയിട്ടുണ്ട്. ആഗോള പലിശ നിരക്കുകളിലെ മാറ്റം, വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെടുന്നത്, ഉയർന്ന ഇറക്കുമതി ചെലവ്, ഡോളറിനായി കമ്പനികൾക്കിടയിൽ നടക്കുന്ന മത്സരം എന്നിവയാണ് രൂപയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 24 ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. ഡെലിവറി ജീവനക്കാർക്കും കമ്പനികൾക്കും അവാർഡ് നൽകാൻ ഒരുങ്ങി ദുബായ്. ദുബായ് RTA ആണ് പുരസ്കാരങ്ങൾ നൽകുക. 4 വിഭാഗങ്ങളിലായാണ് അവാർഡ് നൽകുന്നത്.
ഡെലിവറി ജീവനക്കാരെയും കമ്പനികളെയും ചേർത്തുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാക്കാൻ ഇത് സഹായകരമാകുമെന്ന് കണക്കുകൂട്ടുന്നു. 4 വിഭാഗങ്ങളിലായിരിക്കും പുരസ്കാരം നൽകുക. മികച്ച പാർട്ട്ണർ, മികച്ച ഡെലിവറി കമ്പനി, സ്മാർട്ട് പ്ലാറ്റ്ഫോമുകളിൽ മികച്ച സേവനം നടത്തുന്ന കമ്പനി, മികച്ച ഡെലിവറി ജീവനക്കാരൻ എന്നിങ്ങനെയാണ് അവാർഡുകൾ. മികച്ച ഡെലിവറി കമ്പനികളെയും ഈ മേഖലയിലെ മികച്ച ഡ്രൈവർമാരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ദുബായ് RTA അറിയിച്ചു. സേവനങ്ങളുടെ ഗുണനിലവാരത്തിനും പ്രതിബദ്ധതയ്ക്കുമുള്ള പ്രതിഫലമായി അവാർഡ് കണക്കാക്കണം. ദുബായിൽ ഡെലിവറി റൈഡേഴ്സിന് ഉപയോഗിക്കാൻ പ്രത്യേക ലൈനുകൾ റോഡിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതുമൂലം അപകടങ്ങൾ കുറയുന്നതായി കണ്ടെത്തി. ദുബായിൽ 65,000-ലധികം ഡെലിവറി റൈഡേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. തലാബാദ്, കരീം, ഡെലിവറോ, നൂൺ തുടങ്ങിയവയാണ് പ്രധാന ഡെലിവറി കമ്പനികൾ. 24 ദുബായ്. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടതിനു പിന്നാലെ യൂറോപ്യൻ യൂണിയനെതിരെ വിമർശനം കടുപ്പിച്ച് അമേരിക്ക. യുക്രൈനിലെ ജനതയേക്കാൾ വ്യാപാരത്തിനാണ് യൂറോപ്പ് മുൻതൂക്കം നൽകുന്നതെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കാട്ട് ബെസന്റ് പറഞ്ഞു. അതേസമയം വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അടുത്ത മാസം അമേരിക്കയിലേക്ക് പോകും. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട യൂറോപ്യൻ യൂണിയനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് അമേരിക്ക. റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ അമേരിക്ക 25% പിഴത്തീരുവ ചുമത്തിയപ്പോൾ നടപടി സ്വീകരിക്കാൻ യൂറോപ്പ് വിസമ്മതിച്ചുവെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആരോപിച്ചു. ഇന്ത്യയുമായി വ്യാപാര കരാറിലെത്താനുള്ള യൂറോപ്പിന്റെ ആഗ്രഹമായിരുന്നു ഇതിന് പിന്നിലെന്നാണ് ബെസന്റിന്റെ ആരോപണം. യുക്രൈനിലെ ജനതയേക്കാൾ വ്യാപാരത്തിനാണ് യൂറോപ്പ് മുൻതൂക്കം നൽകിയതെന്നും ബെസന്റ് ആക്ഷേപിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ കരട് തയ്യാറായെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അമേരിക്കയുടെ ഈ വിമർശനങ്ങളെന്നതും ശ്രദ്ധേയം. കരട് റിപ്പോർട്ട് അന്തിമ തീരുമാനത്തിനായി രാഷ്ട്രീയ നേതൃത്വത്തിന് ഉടനടി കൈമാറും. അപൂർവ ധാതുക്കളെപ്പറ്റി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് പോകുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് വീണ്ടും ചരിത്രം കുറിച്ച് സ്വർണ്ണവില. പവന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കൂടിയത് 8,640 രൂപയാണ്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,30,000 രൂപ കടന്നു. ലാഭമെടുപ്പിൽ ഉറ്റുനോക്കി നിക്ഷേപകർ. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായാണ് സ്വർണ്ണവിലയിൽ ഇത്തരമൊരു മുന്നേറ്റം. ഒറ്റ ദിവസം കൊണ്ട് പവന് 8,640 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,31,160 രൂപയായി. ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് 1,22,520 രൂപയായിരുന്നു. 1 ഗ്രാം സ്വർണത്തിന്റെ വില 15,315 നിന്ന് 16,395 രൂപയായി. ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത് 1,000 രൂപ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1,60,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. രാജ്യാന്തര സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരമായ $5,578 വരെ എത്തിയതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായത്. അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾ, US ഫെഡിന്റെ പലിശ നയം, ട്രംപ് ജെറോം പവൽ ഭിന്നത എന്നിവയെല്ലാമാണ് സ്വർണ്ണവിലയിലെ മാറ്റത്തിന് കാരണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും ഇന്ന് സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില $6,000 മുകളിലെത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില ഇനിയും കൈവിട്ടുയരും. വെള്ളിയും റെക്കോർഡ് മുന്നേറ്റത്തിൽ തുടരുകയാണ്. സ്വർണ്ണവില റെക്കോർഡ് പിന്നിട്ട് മുന്നേറുമ്പോൾ ലാഭമെടുപ്പും ശക്തമാകാനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഡെസ്ക് 24. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് കീഴിലുള്ള അൽ വഫ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ സൗദിയിലെ വാണിജ്യ നഗരമായ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജിദ്ദ ബാഗ്ദാദിയിലെ സരിയ സ്ക്വയറിലാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. സൗദിയിലെ 13ാമത്തെയും മക്ക മേഖലയിലെ 4ാമത്തെയും ശാഖയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെ ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തത്. സൗദി അറേബ്യയിലെ ചില്ലറ വിൽപ്പന രംഗത്ത് കരുത്തുറ്റ സാന്നിധ്യമായ അൽവഫ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രൂപ്പിന്റെ സൗദിയിലെ 13ാമത് ഔട്ട്ലെറ്റാണ് ജിദ്ദ ബഗ്ദാദിയയിലെ സരിയ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുനിസിപ്പാലിറ്റി പ്രതിനിധികളും വ്യവസായ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ ബലദിയ മേധാവി ഷെയ്ഖ് അൽ സയീദ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു.
അൽവഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ സിദ്ദീഖ് കോറോച്ച്, മുഹമ്മദ് കോറോച്ച്, മാജിദ് കോറോച്ച്, അബ്ദുൽ നാസർ, ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസർ നാസർ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഫഹദ് മേയോൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏകദേശം 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 300ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് അൽവഫയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ക്വാളിറ്റി പ്രൊഡക്റ്റും ബെസ്റ്റ് സർവീസാണ് ഞങ്ങളുടെ മെയിൻ മോട്ടോ. ഈ വർഷം 2026 എൻ്റർ കിങ്ഡം അൽവഫ 10 ഹൈപ്പർ മാർക്കറ്റുകളാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 1000ഓളം സൗദികൾക്ക് തൊഴിലവസരങ്ങളാണ് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയുള്ള ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം ഏറ്റവും ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൂടെ ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ബട്ട് ദ വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ദാറ്റ്സ് വാട്ട് ഹൈപ്പർ അൽവഫ. ഓപ്പണിംഗ് പ്രൊമോഷൻ കസ്റ്റമർക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള പ്രൈസുള്ള പ്രൊമോഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ റമദാൻ സീസൺ വരുവാണല്ലോ, അപ്പോൾ അതിന് നമ്മൾ ആകർഷകമായ മാർക്കറ്റിലേക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസുള്ള പ്രൊമോഷൻസ് പ്ലാനിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ്, ഫാഷൻ, ബേക്കറി, മത്സ്യം, മാംസം തുടങ്ങി എല്ലാ സാധനങ്ങളുടെയും വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറികൾ ആകർഷകമായ വിലയിൽ ഇവിടെ ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച റമദാൻ ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഷറഫിയയോട് ചേർന്ന് നിൽക്കുന്ന ബഗ്ദാദിയയിലെ ഈ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഹജ്ജുംറ തീർത്ഥാടകർക്കും പ്രവാസികൾക്കുമെല്ലാം മികച്ച ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. UAE നാഷണൽ പ്രവാസി സാഹിത്യോത്സവിൽ അബുദാബി സിറ്റി സോൺ ജേതാക്കളായി. 12 സോണുകളിൽ നിന്ന് 12 കാറ്റഗറികളിലായി 1000-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത സാഹിത്യോത്സവത്തിൽ ദുബായ് സിറ്റി, ഷാർജ സോണുകൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ക്യാമ്പസ് വിഭാഗത്തിൽ ഷാർജ, ദുബായ് നോർത്ത്, അജ്മാൻ സോണുകൾ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തിരികെ വാർത്തകളിലേക്ക്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്ത് ആഞ്ഞുവീശി ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ലുവാന. ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കിംബർലി തീരത്തേക്ക് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ലുവാന പ്രവേശിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ തീരം കടന്ന ചുഴലിക്കാറ്റ് നിലവിൽ കാറ്റഗറി 1 ദുർബലപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നു. നിലവിൽ ബ്രൂമിന് ഏകദേശം 100 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ലുവാന മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗതയിൽ തെക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങുകയാണ്. മണിക്കൂറിൽ 75 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. ലുവാനയുടെ പ്രഭാവത്തിൽ കിംബർലി തീരപ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റും 200 മില്ലിമീറ്ററിലധികം മഴയും ശക്തമായ കടൽക്ഷോഭവും ഉണ്ടായി. പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരവും തിങ്കളാഴ്ചയും മഴ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ലുവാന ചുഴലിക്കാറ്റിന്റെ ശക്തി ഇനിയും കുറയുമെന്നും പിന്നീട് തെക്കൻ ദിശയിലേക്ക് മാറുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവചിച്ചു. 2026 ഈ പ്രദേശത്ത് 2ാം തവണയാണ് സൈക്ലോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ലുവാന ചുഴലിക്കാറ്റ് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ തീരത്ത് ആശങ്ക ഉയർത്തിയിരുന്നു. ഇതുവരെ കാര്യമായ അനിഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും കാലാവസ്ഥ പൂർണ്ണമായി അനുകൂലമാകുന്നതുവരെ കരുതൽ വേണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി പെനീന മാത്യു. പുതിയ ഹൈ പ്രോട്ടീൻ ഉൽപ്പന്നങ്ങളും ആധുനിക ഭവന പദ്ധതിയും അവതരിപ്പിച്ച് എലൈറ്റ് ഫുഡ്സ്. യുവാക്കളുടെ ആരോഗ്യമാണ് സമൂഹത്തിന്റെ കരുത്തെന്ന വിശ്വാസത്തിലാണ് എലൈറ്റ് ഗ്രൂപ്പ് കായിക മുന്നേറ്റത്തിന്റെ ഭാഗമാകുന്നതെന്ന് ലൈറ്റ് ഫുഡ്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് രഘുറാം രഘുലാൽ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ധനീസ രഘുലാൽ ഹൈ പ്രോട്ടീൻ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ച് നിർവഹിച്ചു. Give the media partners a big smile. In the rush of modern life, our homes often become places where we simply rest between our chores. We wanted to change that. Olympia Park, which is located here in Olori Thrissur, is designed for the active generation. Whether your child is picking up the soccer ball for the first time or a senior enjoying a mindful morning walk,
this project brings vitality to your doorstep. തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ ഭാരത്തിന്റെ 2ാം പതിപ്പിന്റെ ജേഴ്സി പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. Marathon T-shirt is officially unveiled. Absolute honor to invite the district collector, Mr. Arjun Pandey. കുവൈറ്റ് KMCC കാസർഗോഡ് ജില്ലാ സമ്മേളനം നാളെ നടക്കും. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മഹിൻ ഹാജി, MLA-മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, കുവൈറ്റ് KMCC മുൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് കോട്ടപ്പുറം തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കും. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.